ഹലോ, എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠമായ ഒറ്റയല്ലൊരു ജീവിയും എന്നതാണ്. ഇതിൻ്റെ പാർട്ട് 2 ആണ് ഇത്. പാർട്ട് 1-ൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, ആഹാര ശൃംഖലയെ പറ്റി, ശ്രേണിയെ പറ്റിയൊക്കെ പഠിച്ചു. അതിൻ്റെ തുടർന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പാർട്ട് 2-ൽ പഠിക്കുന്നത്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പം നമുക്ക് പാഠത്തിലേക്ക് പോകാം. ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. അപ്പോൾ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, ഒരു ചെടിയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് എഴുതിയത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൂര്യപ്രകാശം ഉണ്ട്. എന്താ പറയുന്നത് നോക്കാം. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ഒരു സസ്യം ആഹാരം നിർമ്മിക്കുമ്പം അതിന് ആവശ്യമായിട്ടുള്ള വാതകങ്ങൾ, ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. പിന്നെ വേറെ എന്തൊക്കെ വേണം? പിന്നെ ജലം വേണം, സൂര്യപ്രകാശം വേണം അല്ലേ. ജലവും സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, അതെന്താ നമുക്ക് വായിച്ച് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തു നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന സമയത്താണ് ഓക്സിജൻ ഉണ്ടാകുന്നത്, അത് പുറത്തേക്ക് വിടുന്നത്. അവിടെ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പം ഇത് നന്നായിട്ട് മനസ്സിലാക്കിയേക്ക്. ഊർജം ലഭിക്കാൻ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ അല്ലേ. നമ്മൾ മനസ്സിലാക്കി സൂര്യപ്രകാശം ജലവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് എന്നുള്ളത്. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏത് ഭാഗം വഴിയാണ്? ചിത്രം നോക്ക്. ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ, ഏതിലൂടെയാണ് സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം കൂടുതലായിട്ട് ലഭിക്കുന്നത്? ഇലകൾ വഴി അല്ലേ. ഇലകളിലാണ്, കണ്ടില്ലേ ചിത്രത്തിൽ കാണുന്ന ഇലകളല്ലേ മുന്നിൽ ഇങ്ങനെ നന്നായിട്ട് കാണുന്നത്. ഇലകളിലൂടെയാണ് സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത്. പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ. നിങ്ങൾ കാണാം അല്ലേ, സസ്യങ്ങൾ കാണുമ്പോൾ തണ്ടൊക്കെ അല്ലേ നമ്മൾ ആദ്യം കാണാൻ, അതിൻ്റെ ഇലയാണ് നന്നായിട്ട് പുറത്തോട്ട് നിൽക്കുന്നത് കാണുക അല്ലേ. പുറത്തേക്ക് നല്ല ഇതിൽ നിൽക്കുക ഇലകളാണ്. തന്നിരിക്കുന്ന ചിത്രത്തിലെ ഇലകളുടെ ക്രമീകരണം നോക്കൂ. എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, ചെടികളുടെ അതിൻ്റെ ഇലകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണത്? ചെമ്പരത്തി, തുളസി, ഏഴിലമ്പാല എന്നിവയാണ്. അപ്പോൾ നോക്ക്, അപ്പം ചെമ്പരത്തിയുടെ ഇല എങ്ങനെയാണുള്ളത്? ചെമ്പരത്തിൻ്റെ തണ്ടിൽ നിന്ന് ഒരില വന്ന് പിന്നെ കുറച്ച് മുകളിൽ നിന്ന് വേറൊരില വന്നു അല്ലേ. ആ തണ്ടിൽ നിന്നും തന്നെ പിന്നെ ഒന്നങ്ങോട്ട് ഒന്നിങ്ങോട്ട് അപ്പുറം ഇപ്പുറമായിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഒരു തണ്ട്, അതും ഒരേ നേരെ ഭാഗത്തോട്ടല്ല, ഒരു തണ്ടിൽ നിന്ന് ഒരില വന്ന് പിന്നെ കുറച്ച് ആ തണ്ടിൻ്റെ മുകളിലോട്ട് പോയിട്ട് ആ തണ്ടിൽ നിന്നും മറ്റേ ഭാഗത്തേക്ക് ഇല പോയി പിന്നെ കുറച്ച് മുകളിലോട്ട് പോയി ആ തണ്ടിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇല പോയി. അങ്ങനെയാണ് ചെമ്പരത്തിൻ്റെ കാണുന്നത് അല്ലേ. മക്കൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഇല എങ്ങനെയാണ്. പക്ഷേ തുളസിൻ്റെ ഇല എങ്ങനെയാണ്? തുളസിൻ്റെ ഇല തണ്ടിൽ നിന്നും ഒരു ഭാഗത്തേക്കും അതേ തണ്ടിൽ നിന്നും മറ്റേ ഭാഗത്തേക്ക് അല്ലേ. എന്നിട്ട് കുറച്ച് മുകളിലോട്ട് പോയി ഒരു തണ്ടിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഇല വന്ന് ആ തണ്ടിൻ്റെ ആ ഭാഗത്തു നിന്നും അപ്പുറത്തേക്കും പോയിട്ട് അങ്ങനെയാണ് തുളസീൻ്റെ ഇലയുള്ളത്. കണ്ടാൽ മനസ്സിലാവും അല്ലേ, ചിത്രത്തിൽ ഇതാ നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ ഏഴിലമ്പാല എങ്ങനെയാണ്? ഏഴിലമ്പാലയിൽ ഇതുപോലെ ഒന്നും അല്ല അല്ലേ, ഒരു തണ്ടിൽ നിന്ന് തന്നെ 7 ഇലകൾ ഒരുമിച്ച് വന്നേക്കുന്നത് അല്ലേ. കണ്ടില്ലേ ചിത്രം? അത് ഏഴിലമ്പാലേൻ്റെ ഒരു വലിയൊരു ഇലയുടെ ചിത്രമാണത്. അപ്പം അതെങ്ങനെയാണ്? 1, 2, 3 അങ്ങനെയായിട്ടല്ല, ഒരു ഭാഗത്തു നിന്നും 7 ഇലകൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാക്കി ഓരോ ഇലകൾ ഭാഗത്തും ഉണ്ടാവുക. ഓരോ ഭാഗത്തും 7 അങ്ങനെ, ചിലത് 6, ചിലത് 7, അങ്ങനെ ഏഴിലമ്പാല എന്നതിന് പറയുക. അങ്ങനെയുള്ള ഇലകളാണുള്ളത്. അപ്പം ഇത്രയും വ്യത്യാസങ്ങൾ പല ചെടികൾക്കും ഇലകളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് മറ്റ് ചെടികളെ നോക്കിയാലും മനസ്സിലാവും, വേറെയും ചെടികളൊക്കെ നോക്കുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇലകൾ വരുന്നത്, അതിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ വ്യത്യാസമുണ്ട്, ഒക്കെ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് ഇപ്പം തന്നത് അല്ലേ? ഇവിടെ കുറച്ച് ഇലകളുടെ ചിത്രങ്ങളാണ് തന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കൂ. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെയുള്ള ചെടികളെ നിങ്ങൾ നിരീക്ഷിക്കുക അല്ലേ. എന്നിട്ട് എന്താണ്, അപ്പോൾ ഇലകൾ ക്രമം വ്യത്യാസമുണ്ട്, ഇലകൾ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ രീതിക്ക് വ്യത്യാസമുണ്ട്.
അപ്പം ആ വ്യത്യാസം അനുസരിച്ച് ഇവയെ നമുക്ക് ഓരോരോ ഗ്രൂപ്പുകളാക്കി ഇവിടെ ഓരോരോ 3 ഇത് തന്നിട്ടുണ്ട്, ഇലകളെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മാറ്റി നമുക്ക് എഴുതണം. അപ്പം ആദ്യം തന്നെന്താണ് ചെമ്പരത്തിയുടെ ഇലകൾ പോലുള്ളവ. ചെമ്പരത്തിയുടെ ഇല എങ്ങനെയാണുള്ളത്? ഒരു ഇല വന്ന് പിന്നെ വിട്ടിട്ട് അടുത്ത ഇല, അങ്ങനെ മാറി മാറി അപ്പുറം ഇപ്പുറമായിട്ടുള്ള വരുന്നത് ഇലകൾ. പിന്നെ തുളസിയുടെ ഇല പോലുള്ള എങ്ങനെയാണ് ഒന്നിൻ്റെ നേരെ തന്നെ അപ്പുറത്തും അതേപോലെ തന്നെ ഇലകൾ വരിക, ക്രമത്തിൽ ഇലകൾ വരിക. പിന്നെ ഏഴംപാല പോലുള്ളതെന്ന് വെച്ചാൽ ഒരു തണ്ടിൽ തന്നെ ഒരുപാട് ഇലകൾ വരുന്നു അല്ലേ, 6-7 ഇലകൾ വരുന്ന ചെടികൾ അല്ലേ. അപ്പോൾ അതുപോലുള്ളവ അങ്ങനെ നമ്മൾ മാറ്റി മാറ്റി എഴുതണം. നിങ്ങൾ ചുറ്റുവട്ടത്തൊക്കെ നിരീക്ഷിച്ചിട്ട് നിങ്ങളങ്ങനെ എഴുതണം. നമുക്ക് അങ്ങനത്തെ ഒക്കെ ഒന്ന് കിട്ടുന്നതൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം അല്ലേ, ഏതൊക്കെ ചെടികളുണ്ട് നമുക്ക് നോക്കിയ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ പരിസരത്തുള്ള ചെടികൾ ഏതൊക്കെയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്ന് തന്ന എന്താണ് അവർ മാവ് അല്ലേ, മാവിൻ്റെ ഇല ഇതുപോലെയാണ്. ചെമ്പരത്തിയുടെ ഇല എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു രീതിക്കാണ് മാവിൻ്റെ ഇല ഉള്ളത്. പിന്നെ സൂര്യകാന്തി ഉണ്ട്, പ്ലാവുണ്ട്, വെണ്ടച്ചെടിയുണ്ട്. പിന്നെ അടുത്തതാണ് തുളസിയുടെ ഇല നിൽക്കുന്ന രീതിയില്ലേ, അതുപോലെയുള്ളത് ഏതൊക്കെയാണ്. ഇവിടെ ഒന്ന് തെച്ചിപ്പൂവിൻ്റെ ആണ് അല്ലേ, തെച്ചിയാണ് തന്നത് അവർ, തെച്ചിയുടെ ഇല. പിന്നെ അടുത്ത ഏതൊക്കെ നമുക്ക് എഴുതാം, റോസ്, മുരിങ്ങ, കറിവേപ്പില, അത് നമുക്ക് എഴുതാം. പിന്നെ ഏഴിലം പാല പോലുള്ള അല്ലേ, ഏഴിലം പാല എന്താണെന്ന് വെച്ചാൽ ഒരു തണ്ടിൽ തന്നെ കുറേ ഇലകൾ വരുന്നത്. അപ്പോൾ അതിലൊന്ന് ഇവിടെ എന്താണ് അരളിച്ചെടിയാണ് അവർ തന്നത് അല്ലേ, അരളിച്ചെടി അങ്ങനത്തതാണ്. പിന്നെ കോളാമ്പിപ്പൂണ്ട്, ചെറുകടലാടി എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുണ്ട് അല്ലേ, അതിൻ്റെയൊക്കെ ഇല ഇങ്ങനെ എന്താണ് ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾ എഴുതാം. പിന്നെ വിവിധ സസ്യങ്ങളിലെ ഇലകളുടെ ക്രമീകരണം വരച്ച് ആൽബം തയ്യാറാക്കുക. അത് മക്കൾ ചെയ്യേണ്ടതാണ് കേട്ടോ. ഓരോ ചെടികൾ നിരീക്ഷിച്ച് അവരുടെ ഇലകളുടെ ക്രമീകരണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെയൊക്കെ ഒരു ആൽബം ഉണ്ടാക്കുക. ഇല പച്ചയ്ക്ക് പിന്നിൽ. ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. കൂടുതലും ഇലകളെല്ലാം പച്ച നിറത്തിൽ തന്നെയാണ് കാണുന്നത്. എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നാലും അത്യാവശ്യം പല നിറത്തിലുള്ള ഇലകൾ ഉണ്ടല്ലേ, നമ്മളെ പരിസരത്ത് നോക്കിയാൽ കാണാൻ പറ്റും. പല നിറത്തിലുള്ള ഇലകൾ അത്യാവശ്യമുണ്ട്. നിങ്ങളുടെ പരിസരത്തു നിന്നും വ്യത്യസ്ത നിറങ്ങളുള്ള ഇലകൾ ശേഖരിക്കൂ. ശേഖരിച്ച ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കൂ. നിങ്ങൾ എന്താണ് ചുറ്റുപാട് കാണുന്ന വ്യത്യസ്ത നിറങ്ങളുള്ള, പച്ച നിറം അല്ലാത്ത വേറെ നിറത്തിലുള്ള ഇലകൾ ശേഖരിച്ചിട്ട് എന്താണ് ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്, അത് വാങ്ങിക്കാൻ കിട്ടും. അതിൽ ഉരച്ചു നോക്കുക. സസ്യത്തിൻ്റെ പേരും ഇലയുടെ നിറവും ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും പട്ടികപ്പെടുത്തും. ഏത് സസ്യത്തിൻ്റെ ഇലയാണോ പറിച്ചതെന്ന് വെച്ചാൽ ആ സസ്യത്തിൻ്റെ പേരും പിന്നെ പറിച്ചപ്പോൾ ഉണ്ടാവുന്ന ഇലയുടെ നിറവും പ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ നിറവും എന്താണ് നിങ്ങളൊരു പട്ടികപ്പെടുത്തുക അല്ലേ, ഒരു പട്ടിക ഉണ്ടാക്കി അതിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് അവർ തന്നിട്ടുണ്ട് അല്ലേ, സസ്യം ഏതാണ്, ഇലയുടെ നിറം ഏതാണ്, പ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം ഏതാണെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണ് ഒന്ന് എന്താണ് തന്നത് അവർ, എന്താണ് ഇവിടെ തന്നത്, ചീര അല്ലേ, ചീര, അതിൻ്റെ ഇലയുടെ നിറം ഏതാണ്, ചുവപ്പാണ്. പിന്നെ പ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം പച്ചയാണ് അല്ലേ. അപ്പം ബാക്കി നമുക്ക് എഴുതണം അല്ലേ, എഴുതി നോക്കിയാലോ. അപ്പോൾ അടുത്ത് നമുക്ക് എന്ത് എഴുതാം, വെള്ളില എഴുതാം അല്ലേ. വെള്ളില ഒരു സസ്യമാണ്, അതിൻ്റെ ഇലയുടെ നിറം വെള്ളയാണ്. അതിപ്പം ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം എന്ന് ഉരച്ചപ്പോൾ കിട്ടിയ നിറം പച്ചയാണ്. പിന്നെ മാവില ഇലയുടെ നിറം പച്ച തന്നെയാണ്, അത് ഉരച്ചപ്പോഴും പച്ച തന്നെയാണ് കിട്ടിയത്. പിന്നെ ഗോൾഡൻ മണി പ്ലാന്റ്, അതിൻ്റെ ഇലയുടെ നിറം മഞ്ഞ നിറത്തിലുള്ളതായിരുന്നു കിട്ടിയത്. അപ്പോൾ നമ്മൾ പ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചപ്പോൾ കിട്ടുന്നത് പച്ച നിറമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, മക്കൾക്ക് വേറെയും ഇലകളൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണേൽ പട്ടിക വലുതാക്കുക കേട്ടോ. പട്ടികയിൽ നിന്നുള്ള കണ്ടെത്തൽ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ഇത് നിങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതണം കേട്ടോ. പിന്നെ ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം, അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പല നിറം. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ? ഇല്ലേ, ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വിവിധ നിറത്തിലുള്ള പൂക്കളും ഇലകളും ഒക്കെ ഉണ്ടാവും അല്ലേ. പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകമാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കില്ലേ. മറ്റ് നിറങ്ങൾക്ക് കാരണമായ വർണ്ണകങ്ങൾ ഏതെല്ലാമാണ്? പട്ടിക നോക്കി കണ്ടെത്തൂ. ഇപ്പോൾ ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിറവും അതിൻ്റെ വർണ്ണകവും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ചുവപ്പിന് ഏതാണ് വർണ്ണകം? ആന്തോസയാനിൻ. പിന്നെ ഓറഞ്ചിന് ഏതാണ്? കരോട്ടിൻ. മഞ്ഞയ്ക്ക് സാന്തോഫിൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ വർണ്ണകങ്ങൾ അല്ലേ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. വാതക വിനിമയം സസ്യങ്ങളിൽ. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലേ. അത് മനസ്സിലാക്കിയില്ലേ? കാർബൺ ഡൈ ഓക്സൈഡും സൂര്യപ്രകാശവും ജലവും ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നത്. ഇവയിൽ ഏത് വാതകമാണ് ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? ഏത് വാതകമാണ്? ഓക്സിജൻ അല്ലേ. ഓക്സിജനാണ് എല്ലാവരും ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത്? ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത്? ഇത് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ പേരുകളാണുള്ളത്.
അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണുള്ളത്? നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ ആണുള്ളത്. പിന്നെ ഓക്സിജൻ, ഇതവിടെ പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വളരെ കുറവ് മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. എവിടെ ചുവപ്പ് കാണുന്നില്ലേ? പിന്നെ ഇവിടെ ഈ നീല നിറത്തിൽ അടയാളപ്പെടുത്തിയ എന്താണ്? ആർഗൺ ആണ്. പിന്നെ കുറച്ച് അല്ലാണ്ടുള്ള വാതകങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾക്കും ഊർജം ആവശ്യമില്ലേ? തീർച്ചയായും ആവശ്യമുണ്ട് അല്ലേ? എല്ലാ ജീവികൾക്കും ഊർജം ആവശ്യമുണ്ട്. ഊർജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ലേ? തീർച്ചയായും വേണം. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേകം ഭാഗം വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാം. അപ്പോൾ ഇലകളിലൂടെയാണ് സസ്യങ്ങളിൽ വായു അകത്തേക്ക് കിടക്കുന്നത്. അപ്പം ഇതിനായി ഇലകൾക്ക് പ്രത്യേക ഭാഗം ഉള്ളതുമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് ശാസ്ത്രപുസ്തകത്തിൽ വരയ്ക്കൂ. ഇതാണ് മൈക്രോസ്കോപ്പ് കേട്ടോ. ഇതിൻ്റെ ചിത്രമാണിത്. അപ്പം നിങ്ങൾ സ്കൂളിലൊക്കെ ഇതുണ്ടാവും. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് അല്ലേ? ചെറിയ വസ്തുക്കളൊക്കെ ഉണ്ടാവില്ല, അതിനെ നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റില്ല. അങ്ങനത്തെ കാണാൻ പറ്റാത്ത വസ്തുക്കളെ വലുതായി കാണാനാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇതിവിടെ കണ്ടില്ലേ? ഒരു ഇലയുടെ ചിത്രമാണിത്. ഇലയുടെ ഇതിലുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഇത് നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പം ഇത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ പേരാണ് സ്റ്റൊമാറ്റ. ഇലകളിലുള്ള ഈ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണം ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങൾ നമുക്ക് ഇലകളിൽ നേരിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല കേട്ടോ. ചിത്രീകരണം ശ്രദ്ധിക്കൂ. അപ്പോൾ ഇവിടെ എന്താണ് തന്നത് അല്ലേ? ഇവിടെ തന്ന ചിത്രം ഒരു ചെടിയുടെ പകലത്തെ സ്ഥിതിയിൽ എങ്ങനെയാണ്, രാത്രി എങ്ങനെയാണ് എന്നുള്ളതാണ് അല്ലേ? പകലൊരു ചെടി എങ്ങനെയായിരിക്കും, രാത്രി ഒരു ചെടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അങ്ങനെ ഉള്ളതാണ് ഈ ചിത്രീകരണം അല്ലേ? അപ്പം എന്താണ് പകൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഒരു സസ്യത്തിൻ്റെ എന്തൊക്കെ നടക്കുന്നുണ്ട്? ശ്വസനം നടക്കുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണവും നടക്കുന്നുണ്ട് അല്ലേ? പകൽ അത് നടക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സസ്യം ചെയ്യുന്നത്? ശ്വസന സമയത്ത് എന്താണ്? ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. അതാണ് ശ്വസന സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പകലെന്താണ്? പ്രകാശ സംശ്ലേഷണവും നടക്കുന്നുണ്ട്. അപ്പം അതിലെന്താണ്? കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡാണ് സ്വീകരിക്കുന്നത് അല്ലേ? എന്നിട്ട് കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് കേട്ടോ. ശ്വസന സമയത്ത് ഓക്സിജൻ കുറച്ച് സ്വീകരിച്ച് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടും. പക്ഷേ പ്രകാശ സംശ്ലേഷണ സമയത്ത് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ കുറേ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇത് പകലാണ് നടക്കുന്നത് കേട്ടോ. രാത്രി എന്താണ്? ശ്വസനം മാത്രമാണ് നടക്കുന്നുള്ളൂ അല്ലേ? സൂര്യപ്രകാശത്തിലല്ലേ പ്രകാശ സംശ്ലേഷണം നടക്കുള്ളൂ അല്ലേ? അപ്പം രാത്രി പ്രകാശ സംശ്ലേഷണം ഇല്ല, ശ്വസനം മാത്രമാണ് നടക്കുന്നത്. എന്താണ്? ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അതാണ് ഈ ചിത്രീകരണം കേട്ടോ. ഇത് നല്ലോണം മനസ്സിലാക്കി വെക്കുക. സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത്? ചർച്ച ചെയ്യൂ. അപ്പം സസ്യങ്ങൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നുണ്ട് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ജലമൊക്കെ ഉപയോഗിച്ചിട്ട് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നു. ആ സമയത്ത് ഓക്സിജൻ പുറത്തുവിടുന്നുള്ളത്. അപ്പം ഓക്സിജൻ മാത്രമാണോ സസ്യങ്ങൾ പുറത്തുവിടുന്നത്? അല്ല അല്ലേ? സസ്യങ്ങൾ ഓക്സിജനോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും ചെറിയ തോതിൽ പുറത്തുവിടുന്നു. മാത്രവുമല്ല ജലവും ബാഷ്പരൂപത്തിൽ പുറത്തേക്ക് വിടുന്നു. പിന്നെന്താണ്? ആതിഥേയനും അതിഥികളും. ഇപ്പം ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ഒരു മാവിൻ്റെ ഇതിൽ കുറച്ച് വേറെ സസ്യങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. മാവിൻ്റെ കൊമ്പിലും തടിയിലൊക്കെ ആയിട്ട് അല്ലേ? അപ്പം എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? എല്ലാവരും സ്വന്തം ആഹാരം നിർമ്മിച്ചാണോ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നത് അല്ലേ? അപ്പം അത് നമുക്ക് നോക്കാം. അപ്പം ആദ്യം എന്താണ് പറയുന്നത്? മാവാണ് പറയുന്നത് അല്ലേ? എന്താണ് പറയുന്നത്? എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. അപ്പം മാവ് പറയാണ്, ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. വേറെ ആരെയും ആശ്രയിക്കുന്നില്ല, അത് സ്വന്തം നിർമ്മിക്കുന്നു. പിന്നെ ഇവിടെ എന്താണ് ഒരു സസ്യമുണ്ട് പറയുന്നത്? എന്താണത്? ഞാൻ ഇത്തിൽക്കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഇത്തിൽക്കണ്ണി എന്താണ്? സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ട ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഈ മാവിൻ്റെ നിന്നാണ് ഈ സസ്യം ആഹാരം നിർമ്മിക്കാൻ വേണ്ടി ജലവും ലവണവും ഒക്കെ വലിച്ചെടുക്കുന്നത്.
പിന്നെ ഇവിടെ വേറെ എന്താണ് പറയുന്നത്, മരവാഴ അല്ലേ. മരവാഴ എന്താ പറയുന്നത്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. മരവാഴ എന്താണ്, ഈ തടികളിൽ മരങ്ങളിലൊക്കെയാണ് ഒട്ടിപ്പിടിച്ച് കിടക്കുക, വെറും നിലത്ത് ഉണ്ടാവില്ല. അപ്പം അതിന് നിൽക്കാൻ ഒരു മരം ഒന്ന് വേണം, ഒരു സ്ഥലം വേണം. അപ്പോൾ അതിന് ഈ മരം തിരഞ്ഞെടുത്തു. പക്ഷേ ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നുണ്ട്. പിന്നെ എന്താ ഇവിടെ ഒരു ചിത്രം കാണുന്നില്ലേ, മൂടില്ലാത്ത ആളി. അതെന്താണ് പറയുന്നത്, ഞാൻ മൂടില്ലാത്ത ആളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല. മൂടില്ലാത്ത ആളി ആഹാരം നിർമ്മിക്കുന്നില്ല. എനിക്ക് വേണ്ട പോഷകഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്നും വലിച്ചെടുക്കുന്നു. അപ്പം അത് നിൽക്കുന്ന ചെടിയിൽ നിന്നാണ് അതിന് വേണ്ട പോഷകങ്ങളൊക്കെ അത് വലിച്ചെടുക്കുന്നത്. അത് ആഹാരം നിർമ്മിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങൾ. മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, മരവാഴ എന്നിവരുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളല്ലേ. ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ്, ഏതെല്ലാം വേണം നമ്മളിപ്പം പറഞ്ഞതിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നത്? മാവ്, ഇത്തിൽക്കണ്ണി, മരവാഴ, ഇതൊക്കെ നമ്മൾ ഇപ്പം പറഞ്ഞു അല്ലേ. ഇവയൊക്കെ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ്. പിന്നെ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ, മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പം ഈ ചെടികൾക്കൊക്കെ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശമായാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും എന്നിവയൊക്കെ ലഭിക്കുന്നത് ഒരേ അളവിലാണ്. പക്ഷേ ജലത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പം മാവിന് ജലം ലഭിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. മാവ് ജലം മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നു അല്ലേ. അത് മക്കൾക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ. നമുക്ക് നോക്കിയാലും ശ്രദ്ധിച്ചാലൊക്കെ അറിയാൻ പറ്റും, മാവിൻ്റെ വേരുകൾ മണ്ണിലേക്ക് താഴ്ന്നു കിടക്കുകയാണ് അല്ലേ. അപ്പം മാവിന് ജലം ലഭിക്കുന്നത് മണ്ണിൽ നിന്നാണ്. മരവാഴയ്ക്കും ഇത്തിൽക്കണ്ണിക്കുമോ? അപ്പം മരവാഴ ഇത്തിൽക്കണ്ണിയും എന്താണ്, മാവിൽ പിടിച്ച് കിടക്കുന്ന ജീവികളാണ് അല്ലേ. മാവിൽ പറ്റി പിടിച്ച് കിടക്കുന്ന ജീവികളാണ്. അല്ലെ മറ്റു മരങ്ങളിൽ പറ്റി പിടിച്ച് കിടക്കും. അപ്പോൾ അവയ്ക്കൊക്കെ ഈ ജലം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മരവാഴ അന്തരീക്ഷത്തിൽ നിന്നും, ഇത്തിൽക്കണ്ണി അത് ഇരിക്കുന്ന മാവിൽ നിന്നുമാണ് ജലം വലിച്ചെടുക്കുന്നത്. അപ്പം മരവാഴ അല്ലേ, നമ്മൾ പെട്ടെന്ന് വിചാരിക്കും മരത്തിൽ നിന്നാണ് എല്ലാം സ്വീകരിക്കുന്നതാണ്, അത് പറ്റി പിടിച്ച് കിടക്കുന്ന മരത്തിൽ നിന്നാണ് എല്ലാം സ്വീകരിക്കുന്നതാണ്. പക്ഷേ അല്ല, മരവാഴ അന്തരീക്ഷത്തിൽ നിന്നാണ് ജലം സ്വീകരിക്കുന്നത്. പിന്നെ ഇത്തിൽക്കണ്ണിയാണെങ്കിൽ ഇരിക്കുന്ന മാവിൽ, അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിരിക്കുന്ന മാവിൽ നിന്നാണ് അതിന് വേണ്ട ജലം വലിച്ചെടുക്കുന്നത്. അപ്പം ഇത്തിൽക്കണ്ണി അത് ഏതിലാണോ ഇരിക്കുന്നത്, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ മാവാണ്, അപ്പം അതിൽ നിന്ന്, അല്ലെങ്കിൽ വേറെ ഏത് മരത്തിലാണോ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നതെന്ന് വെച്ചാൽ ആ മരത്തിൽ നിന്നാണ് അത് ജലം സ്വീകരിക്കുന്നത്. പക്ഷേ മരവാഴ എന്താണ്, അന്തരീക്ഷത്തിൽ നിന്നാണ് ജലം സ്വീകരിക്കുന്നത്. അപ്പം മരവാഴയുടെ ചിത്രം നിരീക്ഷിക്കുക. അവിടെ മരവാഴയുടെ ചിത്രം കാണുന്നില്ലേ അല്ലേ, നന്നായിട്ട് വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മരവാഴ. ഒരു 2 തരം വേരുകൾ കാണുന്നില്ലേ, അതിൽ നോക്കിയാൽ നിങ്ങൾ മക്കൾക്ക് മനസ്സിലാവരുത്, 2 തരം വേരുകളുണ്ട് അല്ലേ. ഒരു വെളുത്ത കളറിലൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഈ വേരുകളുടെ ധർമ്മം? വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത്? അപ്പം 2 വേരുകളുണ്ട്, അതിൻ്റെയൊക്കെ ധർമ്മം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം ഇതൊക്കെ നമുക്ക് താഴോട്ട് നോക്കാം അല്ലേ, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ വേരുകൾ പറഞ്ഞു അല്ലേ, മരവാഴയ്ക്ക് 2 വേരുകൾ കണ്ട് ഒന്ന് ചെറിയ വേരുകൾ, ഒന്ന് വെളുത്ത് കട്ടി കൂടിയ വേരുകളാണല്ലേ. അപ്പം ആ ചെറിയ വേരുകൾ എന്താണ് ചെയ്യുന്നത്? മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. എപ്പിഫൈറ്റുകളെ നിരീക്ഷിച്ച് വേരുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. അപ്പം ഇത്തരം സസ്യങ്ങളുണ്ടല്ലോ, എപ്പിഫൈറ്റുകളായിട്ടുള്ള സസ്യങ്ങളെ നിരീക്ഷിച്ച് അവയുടെ വേരുകളുടെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കുക. എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാകുമോ? ഇപ്പം മരവാഴ പോലുള്ള സസ്യങ്ങൾ മരത്തിൽ പറ്റിപ്പിടിച്ചാണ് വളരുന്നത് അല്ലേ. അപ്പം ആ മരത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടാകുമോ? ഇവ ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാക്കുന്നില്ല. അപ്പം ഇത്തരം സസ്യങ്ങൾ അത് വളരുന്ന ഏത് മരത്തിലാണോ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് അത് ആതിഥേയ സസ്യമാണ്. അപ്പോൾ ആ സസ്യങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നില്ല. പിന്നെ ഇപ്പം എന്താണ് ചിത്രം തന്നത്? ഇത്തിൽക്കണ്ണിയുടേതല്ലേ. ഇത്തിൽക്കണ്ണിയുടെ വേരുകളുടെ ചിത്രം ശ്രദ്ധിക്കൂ. ഇപ്പം ഇതൊക്കെ ഇത്തിൽക്കണ്ണിയുടെ വേരുകളാണ്. അപ്പോൾ അതൊന്ന് നോക്കുക, എന്തൊക്കെയാണ് വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ഈ ഇത്തിൽക്കണ്ണിയുടെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്ന ചിത്രം നോക്ക്. ആതിഥേയ സസ്യത്തിലേക്ക് അല്ലേ, കാണുന്നില്ലേ, അതിൻ്റെ സസ്യത്തിൻ്റെ ഉള്ളിലേക്കാണ് അതിൻ്റെ വേരുകൾ വന്നിരിക്കുന്നത്. ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം? അപ്പം ഈ ചെടിയുടെ അത് പറ്റിപ്പിടിച്ച് കിടക്കുന്ന ചെടിയുടെ ഉള്ളിലേക്ക് ഇത്തരം വേരുകൾ വളർന്നത് കൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം?
ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുവാൻ സഹായിക്കുന്നു. അപ്പം ഇത്തരം വേരുകൾ അത് പറ്റിപ്പിടിച്ച് കിടക്കുന്ന സസ്യം അല്ലേ, അത് വെച്ചാൽ ആതിഥേയ സസ്യം, അതിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ ഈ വേരുകൾ സഹായിക്കുന്നു. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ സെമി പാരാസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സെമി പാരാസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്തരം സസ്യങ്ങളാണ് അല്ലേ, എന്താണ് സ്വയം ആഹാരം പാകം ചെയ്യുന്നു. പക്ഷേ ലവണവും ജലമൊക്കെ മറ്റ് ചെടിയിൽ നിന്ന്, അത് പറ്റിപ്പിടിച്ച് കിടക്കുന്ന ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് അർദ്ധപരാതങ്ങൾ. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. എന്താണത്? മൂടില്ലാത്താളിയുടെ ചിത്രങ്ങളാണ്. അപ്പം ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്താളി നിരീക്ഷിക്കൂ. അപ്പം ഇത് ഒരു ചെടിയിൽ പടർന്നു കിടക്കുന്ന അല്ലേ മൂടില്ലാത്താളിയുടെ ചിത്രങ്ങളാണ്. അപ്പം അതിനെ നോക്കൂ. എന്താണ് ഇതിൻ്റെ നിറം? ഇലകൾ കാണുന്നുണ്ടോ? അപ്പം ഈ ചെടിയുടെ മൂടില്ലാത്താളിയുടെ നിറം എന്താണ്? അതിൻ്റെ ഇലകൾ കാണുന്നുണ്ടോ? എന്താണ് ഇതിൻ്റെ നിറം? മഞ്ഞ നിറമാണ് അല്ലേ. ഈ ചെടിയുടെ നിറം മഞ്ഞ നിറമാണ്. ഇലകൾ കാണുന്നില്ല. അതിന് ഇലകൾ കാണുന്നില്ല അല്ലേ. അതിൻ്റെ ഒരു നിറം ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ കാണുന്നുണ്ട് മഞ്ഞ നിറത്തിൽ, പക്ഷേ ഇലകൾ കാണുന്നില്ല. മൂടില്ലാത്താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ? മൂടില്ലാത്താളി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൂടില്ലാത്താളിക്ക് ആഹാരം സ്വയം നിർമ്മിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ, കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാണ് മൂടില്ലാത്താളി സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല. അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? അപ്പം ഇതും ചിത്രത്തിലുണ്ട് അല്ലേ. അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ആതിഥേയ സസ്യത്തിലേക്ക് അല്ലേ. അത് ഇതിലാണോ പടർന്നു കിടക്കുന്നത് ആ സസ്യത്തിലേക്കാണ് അതിൻ്റെ വേരുകൾ വന്നിരിക്കുന്നത്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ ടോട്ടൽ പാരാസൈറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ പൂർണ്ണ പരാതങ്ങൾ അല്ലേ, വെച്ചാൽ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം അത് ഏത് സസ്യത്തിലാണോ പടർന്ന് കിടക്കുന്നത് ആ സസ്യത്തിൽ നിന്ന് എല്ലാം സ്വീകരിക്കുന്നത് അല്ലേ, എല്ലാ പോഷകഘടകങ്ങളൊക്കെ വലിച്ചെടുത്ത് കഴിയുന്ന ഒരു സസ്യം. അപ്പം അതിന് പൂർണ്ണപരാതങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ചിത്രം നോക്ക്. ഈ ചിത്രത്തിൽ ഒരുപാട് ജീവികളുണ്ട് അല്ലേ. അണ്ണാനുണ്ട്, കിളികളുണ്ട്, മുയലുണ്ട് അല്ലേ. അപ്പം ഈ ജീവികളൊക്കെ എങ്ങനെയാണ് പരസ്പരം എല്ലാവരും ആശ്രയിച്ചാണ് കഴിയുന്നത്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അല്ലേ. ചിലത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും, ചിലത് നമുക്കറിയില്ല, അറിയാതെയും അങ്ങനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇനി മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് ജീവികളുടെ പരസ്പര ആശ്രയങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക കേട്ടോ. അവ കണ്ടെത്തിയവ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. അത് മക്കൾ ചെയ്യണം കേട്ടോ. വിലയിരുത്താം. അപ്പം ഒന്നാമത്തെ ചോദ്യം എന്താണ്? ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? അപ്പം ചോദ്യം ഏതാണ്? ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾ അല്ലേ, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ. ചീര പോലുള്ളതും അല്ലാണ്ട് പല ചെടികളുണ്ട് ചുവപ്പ് നിറത്തിലുള്ള ഇലകളിൽ. അപ്പോൾ അവയ്ക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം എന്താണെന്ന് വെച്ചാൽ അതെന്തുകൊണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്കൊന്നത് എഴുതി നോക്കാം. യോജിക്കുന്നില്ല എന്നുവെച്ചാൽ ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. എന്താണ് കാരണം? ചുവന്ന ഇലകളുള്ള സസ്യങ്ങൾ അവയുടെ നിറം ഉണ്ടായിരുന്നിട്ടും പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഭക്ഷണം ഉണ്ടാക്കുന്നു. ആന്തോസയാനിൻ എന്ന വർണ്ണകമാണ് ഇലകൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്നത്. ഇത് പച്ച ഹരിതകത്തെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഹരിതകം ഇലകളിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് സസ്യത്തിന് ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുന്നു. അപ്പം ചുവന്ന ഇലകളുള്ള സസ്യങ്ങളും ആഹാരം സ്വയം നിർമ്മിക്കുന്നുണ്ട്. വിലയിരുത്താവുന്നതിൽ രണ്ടാമത്തത് എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പം ഇവിടെ ഒരു ആഹാര ശൃംഖല ജാലം തന്നിട്ടുണ്ട് അല്ലേ. സസ്യം, അതുമായിട്ട് ബന്ധപ്പെട്ട പുൽച്ചാടി, കൊതുക്, പാറ്റ അല്ലേ. സസ്യത്തിൽ നിന്നും കഴിക്കുന്ന അല്ലേ ആ ജീവികളാണ് പുൽച്ചാടി, കൊതുക്, പാറ്റ. പിന്നെന്താണ്? തവള, പല്ലി തന്നിട്ടുണ്ട് അല്ലേ. ഇവ അവയെ കഴിക്കും. പിന്നെ തവളയെ പാമ്പ് കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആഹാര ശൃംഖലയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ഈ ആഹാര ശൃംഖലാ ജാലത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നമുക്ക് നോക്കണം അല്ലേ. തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. തവളകളുടെ എണ്ണം കുറഞ്ഞാൽ കൊതുകിൻ്റെയും പുൽച്ചാടിയുടെയും എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നു. മാത്രമല്ല പാമ്പുകൾക്ക് ഭക്ഷണക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് കാലക്രമേണ പാമ്പുകളുടെ എണ്ണത്തിൽ കുറവ് വരാൻ ഇടയാകുന്നു. അപ്പം ഓരോ ജീവിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലേ. ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്.
അപ്പം ഓരോന്നിന് ൻ്റെ എണ്ണം കുറഞ്ഞാൽ അപ്പം അത് മറ്റ് ജീവികളെ വല്ലാതെ ബാധിക്കും. ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയത്തിലെ ഘട്ടങ്ങൾ പൂർത്തീകരിക്കൂ. അപ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അന്തരീക്ഷവായു, ഓക്സിജൻ, ശ്വസനം, കാർബൺ ഡൈ ഓക്സൈഡ്, പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു സസ്യം എന്താ ചെയ്യുന്നത്? ശ്വസനം നടക്കുമ്പോൾ അന്തരീക്ഷവായുവിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു അല്ലേ. സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ്, പുറത്തേക്ക് വിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ, അതാണ് ഉള്ളത്. പിന്നെന്താണ്? പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ എങ്ങനെയാണ്? അന്തരീക്ഷവായുവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡാണ് സ്വീകരിക്കുന്നത് അല്ലേ. ഭക്ഷണം പാകം ചെയ്യാന്നറിയില്ലേ, സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയാണ് പ്രകാശ സംശ്ലേഷണം. അപ്പോൾ അതിന് എന്താണ്? അന്തരീക്ഷവായുവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡാണ് സ്വീകരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഫലമായി പുറത്തേക്ക് വിടുന്നത്? എന്താണ്? ഓക്സിജനാണ് അല്ലേ. ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ആ ഒരു ചിത്രീകരണമാണ് ഇവിടെ തന്നത്. അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നു. പിന്നെന്താണ്? അന്തരീക്ഷവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. പിന്നെയും നമുക്ക് എഴുതാനുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. പിന്നെ വേറെന്താണ്? വായുവിലെ ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസനം നടത്തുന്നു. ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. ഇത്രയും കാര്യങ്ങളാണ്. തുടർ പ്രവർത്തനങ്ങൾ. അതിൽ ഒന്നാമത്തത്, ഒരു ചെടിയുടെ ഇല സുതാര്യമായ പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. അടുത്ത ദിവസം നിരീക്ഷിക്കൂ. പോളിത്തീൻ കവറിൽ എന്താണ് കാണുന്നത്? അത് എന്തുകൊണ്ടായിരിക്കും? കാരണം എഴുതുക. അപ്പോൾ അത് നമ്മൾ ചെയ്യണം അല്ലേ. എന്താണ് കവറിന് സംഭവിച്ച മാറ്റം? പോളിത്തീൻ കവറിൻ്റെ ഉൾവശത്ത് ജലത്തുള്ളികൾ കാണപ്പെടുന്നു. അപ്പോൾ അത് ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. അത് കവർ നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ജലത്തിൻ്റെ കണങ്ങൾ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ഇതിൻ്റെ കാരണം എന്തെന്നാൽ സസ്യങ്ങളുടെ ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ ജലം ബാഷ്പരൂപത്തിൽ പുറത്തേക്ക് വിടുന്നു. ഈ ബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകാതെ പോളിത്തീൻ കവറിനുള്ളിൽ തടയപ്പെടുന്നു. അതിനുശേഷം ഈ നീരാവി ഈ ബാഷ്പം അല്ലേ, നീരാവി തണുക്കുമ്പോൾ ജലത്തുള്ളികളായി മാറുന്നു. അപ്പോൾ എന്താണ്? കാരണം സസ്യങ്ങളുടെ ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ ജലം എന്താകുന്നുണ്ട്? ബാഷ്പരൂപത്തിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകാതെ എന്താ കവറിനുള്ളിൽ എന്താണ് തടയപ്പെടുന്നു അല്ലേ. കവറിനുള്ളിൽ തടയപ്പെടും. അപ്പോൾ ഇതിന് ശേഷം നീരാവി ബാഷ്പം എന്താണ് തണുക്കും. കുറച്ച് നേരം തണുക്കുമ്പോൾ അതെന്താണ്? ജലത്തുള്ളികളായിട്ട് മാറുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് ഇലയിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അപ്പം എന്താണ്? ഒരു കാര്യം കൂടി മനസ്സിലായി. എന്താണ്? ഇലകളിലെ സുഷിരങ്ങൾ വഴി ജലം ബാഷ്പരൂപത്തിൽ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും മനസ്സിലാക്കി വെക്കുക. നിങ്ങളൊന്നത് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? നിങ്ങളുടെ പരിസരത്തുള്ള ഒരു കുളമോ മറ്റേതെങ്കിലും ആവാസമോ നിരീക്ഷിച്ച് പരമാവധി ആഹാര ശൃംഖലകൾ എഴുതൂ. ഈ ആവാസത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ. അപ്പം നിങ്ങളുടെ പരിസരത്തുള്ള ഒരു കുളമോ മറ്റെന്തെങ്കിലും ആവാസമോ നിരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പരമാവധി ശൃംഖലകൾ ഉണ്ടാക്കി ആഹാര ശൃംഖലകൾ ഉണ്ടാക്കി എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്ന് എഴുതി നോക്കാം. അപ്പം നമുക്ക് ഉദാഹരണത്തിന് നെൽവയൽ എടുക്കാം. നെൽവയലിൽ എന്താണ്? സസ്യമുണ്ട് അല്ലേ, നെല്ല് ചെടിയൊക്കെ ഉണ്ട് അല്ലേ. അപ്പം അത് കഴിക്കുന്ന എന്തുണ്ട്? പുൽച്ചാടി ഉണ്ട് അല്ലേ. പുൽച്ചാടി കാണില്ലേ നിങ്ങൾ ചെടികളിലൊക്കെ വന്ന് നിൽക്കുന്നത്? അപ്പോൾ പുൽച്ചാടി ഉണ്ട്. പുൽച്ചാടിയെ എന്ത് കഴിക്കും? തവള കഴിക്കും. തവളയെ പാമ്പ് കഴിക്കും അല്ലേ. ഇതൊരു ആഹാര ശൃംഖലയാണ് അല്ലേ. ഇങ്ങനെ ഒരു ആഹാര ശൃംഖലയാണിത്. അപ്പം അമിതമായ രാസകീടനാശിനി പ്രയോഗം മൂലം ഈ ആഹാര ശൃംഖലയിലെ കണ്ണികൾക്ക് നാശം സംഭവിക്കുന്നു. അതുപോലെ മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന മണ്ണിലെ സൂക്ഷ്മജീവികളെ ഇത്തരം കീടനാശിനികൾ നശിപ്പിക്കുന്നു. അങ്ങനെ ആവാസത്തിന് ദോഷം ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇത് അങ്ങനെയുള്ള ഒന്നാണ്. ഇത് വേറെയും ആഹാര ശൃംഖലകൾ ഉണ്ടാക്കിയിട്ട് ആ ശൃംഖലയെ നശിപ്പിക്കുന്ന രീതിയിൽ മനുഷ്യന്മാർ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെയും എഴുതുക കേട്ടോ. അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠമായ ഒറ്റയല്ലൊരു ജീവിയും എന്ന പാഠഭാഗം ഇവിടെ കഴിഞ്ഞു. ഇതിൻ്റെ പാർട്ട് 1ൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുക, വർക്കുകളൊക്കെ ചെയ്യുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ നമുക്ക് അടുത്ത പാഠമായിട്ട് കാണാം.